സയൻസ് എന്തൂസിയാസ്റ്റുകളുടെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് മൂവിയാണ് ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത ഇന്റർസ്റ്റെല്ലാർ. സിനിമ ത്രില്ലിംഗ് കാണുന്നതിനപ്പുറം സയന്റിഫിക് അക്യുറസി കുറെ അധികം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. 2017 നോബൽ പ്രൈസ് ജേതാവായ കിപ് തോൺ എന്ന ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റാണ് ഈ സിനിമയുടെ സയന്റിഫിക് അഡ്വൈസർ. ഈ സിനിമയിൽ ബ്ലാക്ക് ഹോളിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ സിമുലേഷൻ യഥാർത്ഥ ബ്ലാക്ക് ഹോളുകളെ പറ്റിയുള്ള കുറേയധികം ഇൻസൈറ്റ്സ് സയൻസിന് നൽകിയിട്ടുണ്ട്. നമ്മളുടെ ഇന്നത്തെ പരിപാടി ഇന്റർസ്റ്റെല്ലാറിന്റെ റിവ്യൂ ഒന്നുമല്ല, മറിച്ച് അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കിടിലൻ കൺസെപ്റ്റിനെ കുറച്ച് ആഴത്തിൽ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ സിനിമയിൽ ഒരു മെയിൻ സീൻ ഉണ്ട്. നമ്മളുടെ നായകനായ കൂപ്പർ ഒരു ബ്ലാക്ക് ഹോളിനെ ഓർബിറ്റ് ചെയ്യുന്ന പ്ലാനറ്റിലേക്ക് കുറച്ച് നേരത്തേക്ക് ഇറങ്ങി പോകുന്നു. അവിടെ ഏകദേശം 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത ശേഷം ആ പ്ലാനറ്റ് താമസയോഗ്യമല്ലെന്ന് മനസ്സിലാക്കുന്ന കൂപ്പർ തിരികെ പോകുന്നു. എന്നാൽ തിരിച്ച് സ്പേസ് ഷട്ടിൽ എത്തുമ്പോൾ തന്റെ കൊളീഗായ റോംലിക്ക് തന്നെക്കാൾ 23 വയസ്സ് കൂടിയതായിട്ടാണ് കൂപ്പർ കാണുന്നത്. റോംലി തന്നെ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. റോംലി നിൽക്കുന്ന സ്ഥലത്ത് ഗ്രാവിറ്റി കമ്പാരിറ്റീവ്ലി വീക്ക് ആയതിനാൽ ടൈം വേഗത്തിൽ ഓടും. അതായത് കൂപ്പർ പോയ പ്ലാനറ്റിലെ 1 മണിക്കൂർ സ്പേസ് ഷട്ടിലെ 23 വർഷമാണെന്ന് സാരം. ഗ്രാവിറ്റിയും ടൈമും തമ്മിലുള്ള ഈ അഭേദ്യമായ ബന്ധം സിനിമയിലുടനീളം നമുക്ക് കാണാം. ഇത്തരം കൺസെപ്റ്റ്സ് നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ടാവാം. മോഡേൺ ഫിസിക്സിലെ വളരെ ഡീപ്പായ ഒരു കൺസെപ്റ്റാണിത്. ശരിക്കും ഇതിന്റെ മെക്കാനിസം പിടികിട്ടാൻ നമ്മൾ ജനറൽ റിലേറ്റിവിറ്റി പഠിക്കുകയല്ലാതെ വേറെ വഴിയില്ല. പക്ഷേ ഈ പ്രതിഭാസത്തെ ഒരു ചെറിയ തോട്ട് എക്സ്പെരിമെന്റിലൂടെ നമുക്ക് റീഡിസ്കവർ ചെയ്യാം. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഗ്രാവിറ്റി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് ഐസക് ന്യൂട്ടണും അദ്ദേഹത്തിന്റെ തലയിൽ വീണ ആപ്പിളുമാണ്. അതൊരു കെട്ടുകഥയാവാനാണ് ചാൻസ് എങ്കിലും ഗ്രാവിറ്റിയെ പറ്റി പഠിച്ചു തുടങ്ങാൻ അതൊരു നല്ല കഥയാണ്. നമുക്കും അവിടെ തന്നെ തുടങ്ങാം. നമ്മൾ റോംലിയെയും കൂപ്പറിനെയും കുറച്ചുകൂടി ലെസ് എക്സ്ട്രീമായ സെറ്റിംഗ്സിലേക്ക് കൊണ്ടുവരുന്നു. ഒരു ബിൽഡിംഗ്, അതിന്റെ താഴെ കൂപ്പറും മുകളിൽ റോംലിയും. ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത് ഹൈറ്റ് അനുസരിച്ച് കുറയുന്നത് കൊണ്ട് ഇവിടെ കൂപ്പറിനാണ് റോംലിയേക്കാൾ ഗ്രാവിറ്റിയുടെ സ്ട്രെങ്ത് കൂടുതൽ. റോംലിയുടെ കയ്യിൽ ഒരു ആപ്പിൾ ഉണ്ട്. അത് താഴേക്കിടലാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷെ ആപ്പിളിനെ താഴേക്കിടുന്നതിന് മുൻപ് കുറച്ച് പണി കൂടെ ചെയ്യേണ്ടതായി ഉണ്ട്. ആപ്പിളിന്റെ ടോട്ടൽ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 2 ടൈപ്പ് എനർജിയാണ് ഇപ്പോൾ ആപ്പിളിനുള്ളത്. ഒന്നതിന്റെ മാസ് കാരണമുള്ള എനർജിയാണ്, E=mc². അതിന് നമുക്ക് EM എന്ന് വിളിക്കാം. അടുത്ത ടൈപ്പ് എനർജി വരുന്നത് ആപ്പിളിന്റെ പൊസിഷൻ കാരണമാണ്. ഗ്രൗണ്ടിൽ നിന്നും h ഉയരത്തിലാണ് ആപ്പിൾ ഇരിക്കുന്നത്. ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ആപ്പിളിന് mgh എന്നൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇതിനെ നമുക്ക് V0 എന്ന് വിളിക്കാം. അപ്പോൾ ടോട്ടൽ എനർജി EM+V0. ഇനി നമുക്ക് ആപ്പിളിനെ താഴേക്കിടാം. ആപ്പിൾ താഴേക്ക് വീഴുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജിയായി മാറുന്നു. അതേസമയം മാസ് കാരണമുള്ള എനർജിക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആ വീഴ്ചയിലെ ഏതൊരു പോയിന്റിലും ആപ്പിളിന്റെ എനർജി E തന്നെ ആയിരിക്കും. അവസാനം ആപ്പിൾ ഗ്രൗണ്ടിൽ ഇടിക്കും. പക്ഷേ ഇതൊരു തോട്ട് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ആപ്പിളിനെ ഗ്രൗണ്ടിൽ ഇടിപ്പിക്കാതെ ഒരു മെഷീനിലൂടെ കടത്തിവിടാം. കൂപ്പറിന്റെ കയ്യിൽ ഒരു മെഷീൻ ഉണ്ട്. ആപ്പിളിനെ ലൈറ്റായി കൺവേർട്ട് ചെയ്യലാണ് ഈ മെഷീന്റെ ജോലി. സോ ഈ ആപ്പിൾ നേരെ മെഷീന്റെ ഇൻപുട്ടിലേക്ക് വീഴുന്നു. മെഷീൻ ആപ്പിളിന്റെ എനർജി മൊത്തം എടുത്ത് ഒരു ലൈറ്റ് പൾസ് ഉണ്ടാക്കും. ഔട്ട്പുട്ടിൽ കൂടെ എനർജി E ഉള്ള ലൈറ്റ് വരുന്നു. ഈ ലൈറ്റിനെ കൂപ്പർ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് തിരിച്ചു കൊടുക്കും. ലൈറ്റ് ബിൽഡിങ്ങിന്റെ മുകളിൽ എത്തുമ്പോൾ അതിന്റെ എനർജി E തന്നെ ആയിരിക്കും, അല്ലേ? താഴെ ആപ്പിളിനെ ലൈറ്റ് ആക്കിയ പോലെ മുകളിൽ ലൈറ്റിനെ തിരിച്ച് ആപ്പിൾ ആക്കാൻ പറ്റുന്ന ഒരു മെഷീൻ റോംലിയുടെ കയ്യിലുണ്ടെന്ന് കരുതുക. ഈ മെഷീൻ ലൈറ്റിന്റെ മുഴുവൻ എനർജിയും എടുത്ത് ഒരു ആപ്പിൾ ഉണ്ടാക്കുന്നു. എത്രയായിരിക്കും ഈ പുതിയ ആപ്പിളിന്റെ ടോട്ടൽ എനർജി? ലൈറ്റിന്റെ ഫുൾ എനർജി ഉപയോഗിച്ചാണ് ഈ പുതിയ ആപ്പിൾ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ ആപ്പിളിന്റെ മാസ് എനർജി Eക്ക് കറസ്പോണ്ടിങ് ആയതാവണം. അതായത് പുതിയ ആപ്പിളിന്റെ മാസ് മൂലമുള്ള എനർജി E ആണ്. പക്ഷെ ഇനിയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. അൺലൈക്ക് ദ ലൈറ്റ്, ആപ്പിളിന് മാസ് ഉള്ളത് കൊണ്ട് ബിൽഡിങ്ങിന്റെ മുകളിൽ അതിന് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടാകും. ഈ പൊട്ടൻഷ്യൽ എനർജി V1 ആണെന്ന് കരുതുക. സോ പുതിയ ആപ്പിളിന്റെ ടോട്ടൽ എനർജി E+V1 ആണ്. പക്ഷെ E നമ്മൾ തുടങ്ങിയ എനർജി അല്ലേ? അത് എക്സ്പാൻഡ് കൂടി ചെയ്താൽ ടോട്ടൽ എനർജി EM+V0+V1 ആണെന്ന് കാണാം. അതായത് നമ്മൾ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ എനർജി. നമ്മൾ എങ്ങനെയോ ശൂന്യതയിൽ നിന്നും എനർജി ഉണ്ടാക്കി. അടിപൊളി. ഇങ്ങനെ നടന്നിരുന്നെങ്കിൽ ലോകത്തെ എനർജി ക്രൈസിസ് മൊത്തം സോൾവ് ആയേനെ. പക്ഷെ ഇങ്ങനെ നടക്കുമോ? ശൂന്യതയിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ തോട്ട് എക്സ്പെരിമെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയോ? പിടികിട്ടുന്നില്ല അല്ലേ? Rewind the incidents, man. തുടക്കത്തിൽ ആപ്പിളിന് EM+V0 ആയിരുന്നു ടോട്ടൽ എനർജി. പിന്നീട് താഴേക്ക് ഇട്ടാൽ ആപ്പിൾ താഴെ എത്തുമ്പോഴും സെയിം എനർജി തന്നെ ആയിരിക്കും. ഇതുവരെ എല്ലാം ഓക്കെ. ഇതിനുശേഷം നമ്മൾ ഈ മെഷീൻ ഉപയോഗിച്ച് എനർജി നഷ്ടപ്പെടാതെ ആപ്പിളിനെ ലൈറ്റ് ആക്കി മാറ്റി. ഇങ്ങനെ ഒരു മെഷീൻ ശരിക്കും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യം. പക്ഷേ ഇതൊരു തോട്ട് എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഫിസിക്സിന്റെ നിയമങ്ങൾ വയലേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രം നമ്മൾ ഉറപ്പുവരുത്തിയാൽ മതി. ഇവിടെ അങ്ങനെ ഒരു റൂളും വയലേറ്റ് ആവുന്നില്ല. നെക്സ്റ്റ് ലെഗിൽ നമ്മൾ ഈ ലൈറ്റിനെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ലൈറ്റ് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ എനർജി
എനർജി ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അത് ശരിയാണ്. ന്യൂട്ടന്റെ ലോ പ്രകാരം ഗ്രാവിറ്റി മാസ് ഉള്ള വസ്തുക്കളെ മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. ലൈറ്റിന് മാസ് ഇല്ല എന്ന് നമുക്കറിയാം. സോ ഗ്രാവിറ്റി കാരണം ലൈറ്റിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ബട്ട് ഐൻസ്റ്റീന്റെ തിയറി പ്രകാരം അങ്ങനെയല്ല. ജനറൽ റിലേറ്റിവിറ്റി പറയുന്നത് എനർജിയും മൊമെന്റും ഉള്ള ഏതൊരു വസ്തുക്കളും ഗ്രാവിറ്റി കാരണം എഫക്റ്റഡ് ആവും എന്നാണ്. നമ്മുടെ ലൈറ്റും എനർജിയും മൊമെന്റും ഉള്ള ഒരു സംഗതിയാണ്. അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. ലൈറ്റിന് ഗ്രാവിറ്റി കാരണമുള്ള എഫക്റ്റ് നമ്മൾ കണക്കിലെടുത്തില്ല. ലൈറ്റിന് എനർജി മൊമെന്റോ ഉള്ളത് കൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെതിരെ സഞ്ചരിക്കാൻ അതിന് കുറച്ച് എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ സെന്ററിലേക്ക് ലൈറ്റിനെ അയച്ചാൽ ആ എനർജി തിരിച്ച് ഗെയിൻ ചെയ്യുകയും ചെയ്യും. സോ നമ്മൾ ലൈറ്റിനെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അയക്കുമ്പോൾ അതിന് കുറച്ച് എനർജി ലോസ് ആകുന്നുണ്ട്. സോ നമ്മുടെ തോട്ട് എക്സ്പെരിമെന്റിൽ ലൈറ്റ് താഴെ നിന്ന് ഇ ഡൗൺ എന്ന എനർജിയിലാണ് പുറപ്പെടുന്നത് എങ്കിൽ മുകളിലെത്തുമ്പോൾ അത് ഇ അപ്പ് ആകുന്നു. ആൻഡ് ഇ അപ്പ് ഈസ് സ്മോളർ ദാൻ ഇ ഡൗൺ. ഇത് എനർജി ക്രിയേഷൻ ഇഷ്യൂ സോൾവ് ചെയ്യുന്നു. നമ്മൾ ന്യൂട്ടോണിയൻ വേൾഡിലായിരുന്നെങ്കിൽ ശൂന്യതയിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ പറ്റിയേനെ. ബട്ട് ഐൻസ്റ്റീൻ ഷോസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഗ്രാവിറ്റിയും ടൈമും തമ്മിലുള്ള കണക്ഷൻ പറയാമെന്ന് പറഞ്ഞ് ഇതെന്തൊക്കെ തേങ്ങയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പേടിക്കണ്ട, നമ്മൾ വിഷയം മാറിപ്പോയിട്ടൊന്നുമില്ല. ഗ്രാവിറ്റി ടൈം കണക്ഷനിലേക്ക് നമ്മളിതാ ഇപ്പോൾ എത്തും. സോ നമ്മളുടെ ഇപ്പോഴത്തെ കൺക്ലൂഷൻ ഇതാണ്. ഗ്രാവിറ്റി ഉള്ള സ്ഥലത്ത് ലൈറ്റിനെ മുകളിലേക്ക് വിട്ടാൽ താഴെയുള്ള ലൈറ്റിന്റെ എനർജിയേക്കാൾ കുറവായിരിക്കും മുകളിലുള്ള ലൈറ്റിന്റെ എനർജി. ഇനി നമ്മൾ +2 പഠിച്ചൊരു കാര്യം യൂസ് ചെയ്യുന്നു. അതായത് ലൈറ്റിന്റെ എനർജി അതിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതായത് E = hf. ഇവിടെ f എന്നത് ലൈറ്റിന്റെ ഫ്രീക്വൻസിയും h എന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്നൊരു നമ്പറുമാണ്. അതായത് E down greater than E up എന്ന റിലേഷൻ ഫ്രീക്വൻസിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് f down greater than f up. അതായത് മുകളിലേക്ക് എത്തുമ്പോൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി കുറയുന്നു. ഇനി ഒരു ലാസ്റ്റ് ആർഗ്യുമെന്റ് കൂടി മതി ഗ്രാവിറ്റി ടൈം കണക്ഷനിലേക്ക് എത്താൻ. ഫ്രീക്വൻസിയുടെ മീനിങ് നോക്കലാണ് ആ സ്റ്റെപ്പ്. ഒരു പെർട്ടിക്കുലർ ഇവന്റ് ഒരു സെക്കൻഡിൽ എത്ര തവണ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിളായി ഈ പെൻഡുലം എടുക്കാം. ഇതിന്റെ റൈറ്റ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് തുടങ്ങി ഒരു പ്രാവശ്യം ഓസിലേറ്റ് ചെയ്ത് തിരിച്ച് അവിടെ തന്നെ എത്തുന്നതാണ് ഒരു സൈക്കിളെങ്കിൽ ഒരു സെക്കൻഡിൽ ഇങ്ങനത്തെ എത്ര സൈക്കിൾസ് ഉണ്ട് എന്നതാണ് പെൻഡുലത്തിന്റെ ഫ്രീക്വൻസി. ലൈറ്റ് ആക്ച്വലി ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന്റെ ഇതുപോലത്തെ ഓസിലേഷൻസ് ആണ്. ഈ കാണുന്ന ആരോസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് കരുതുക. ഇവയുടെ ഓസിലേഷൻസ് ആണ് ലൈറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു ആരോ എടുക്കുക. ഈ ആരോയുടെ ടിപ്പിന്റെ പൊസിഷൻ ടൈമിനനുസരിച്ച് മാറുന്നത് ഗ്രാഫ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. സോ ഈ ആരോയുടെ ടിപ്പിന്റെ ഈ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് താഴെ എത്തി തിരിച്ച് അതേ പൊസിഷനിൽ എത്തുന്ന ഈ പ്രോസസ്സാണ് ഒരു സൈക്കിൾ എന്ന് കരുതുക. ഇങ്ങനത്തെ എത്ര സൈക്കിൾസ് ഒരു സെക്കൻഡിൽ ഉണ്ട് എന്നതാണ് ഇവിടെ ഫ്രീക്വൻസി. ഇൻ ദിസ് കേസ് ഒരു സെക്കൻഡിൽ ആകെ പകുതി സൈക്കിളേ ഉള്ളൂ. സോ അതിന്റെ ഫ്രീക്വൻസി ഈസ് f = 1/2. ഇനി നമുക്ക് നമ്മളുടെ തോട്ട് എക്സ്പെരിമെന്റിലേക്ക് തിരിച്ചു വരാം. താഴെ കൂപ്പർ ഒരു ക്ലോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കൂപ്പർ കാണുന്ന ലൈറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആരോ നമുക്ക് നോക്കാം. കൂപ്പർ അതിന്റെ ഫ്രീക്വൻസി മെഷർ ചെയ്യുകയാണ്. കൂപ്പറിന്റെ ടൈമിനെ നമുക്ക് TC എന്ന് വിളിക്കാം. ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ കൂപ്പറിന്റെ ആരോയുടെ ടിപ്പിനെ ട്രാക്ക് ചെയ്യുന്നു. ഇതാണ് കൂപ്പർ കാണുന്ന ലൈറ്റ് വേവ്. ഒരു സെക്കൻഡിൽ കൂപ്പർ 1, 2 അങ്ങനെ 2 സൈക്കിൾസ് ആണ് കാണുന്നത്. സോ കൂപ്പർ കാണുന്ന ഫ്രീക്വൻസി FC = 2. മുകളിൽ റോംലി ഉണ്ട്. അയാളുടെ കയ്യിലും ഒരു ക്ലോക്ക് ഉണ്ട്. ഇതാണ് റോംലി കാണുന്ന ലൈറ്റ്. റോംലിയുടെ ടൈം വേരിയബിളിനെ നമുക്ക് TR എന്ന് വിളിക്കാം. റോംലി മെഷർ ചെയ്യുമ്പോൾ കാണുന്നത് ഇതാണ്. നമ്മൾ തോട്ട് എക്സ്പെരിമെന്റിൽ കണ്ടെത്തിയ പോലെ റോംലി കാണുന്ന ഫ്രീക്വൻസി കുറവാണ്. ഇവിടെ ഒരു സെക്കൻഡിൽ റോംലി ആകെ ഒരു സൈക്കിളാണ് കാണുന്നത്. സോ റോംലി കാണുന്ന ഫ്രീക്വൻസി FR = 1. ഇനി ഈ മൊത്തം സീനും നമുക്ക് കൂപ്പറിന്റെ പെർസ്പെക്റ്റീവിൽ ഒന്ന് അനലൈസ് ചെയ്യാം. കൂപ്പർ കാണുന്ന ലൈറ്റ് വേവ് ഇതാണ്. കൂപ്പർ ഇതേ ലൈറ്റ് തന്നെയാണ് റോംലിക്ക് അയച്ചു കൊടുക്കുന്നത്. സോ റോംലി ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത് ഇതേ വേവിന്റെ തന്നെ ആയിരിക്കണ്ടേ? ഒരു പോസിബിൾ വ്യത്യാസമുണ്ട്, ദ ക്ലോക്ക്. സോ റോംലി ലൈറ്റിനെ മെഷർ ചെയ്യുന്നത് TR എന്ന ടൈം യൂസ് ചെയ്താണ്. സോ ഇഫ് TC = TR, then FC = 2. FR also equals 2 or FC = FR. നോ, ഇതല്ല നമ്മൾ കണ്ടെത്തിയത്. കൂപ്പറിന്റെ പെർസ്പെക്റ്റീവിൽ റോംലി കാണുന്നത് സെയിം ലൈറ്റ് തന്നെയാണ്. പക്ഷെ റോംലി പറയുന്നത് അയാൾ കാണുന്ന ലൈറ്റിന് ഫ്രീക്വൻസി ഒന്നേ ഉള്ളൂ എന്നും. ഈ ക്ലെയിം കൂപ്പറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും ശരിയാവാൻ റോംലിയുടെ ടൈമിന് എന്ത് വ്യത്യാസമാണ് വരുത്തേണ്ടത്? റോംലിയുടെ ടൈം ആക്സിസ് ഇങ്ങനെ ഷ്രിങ്ക് ആയാൽ മതി. റോംലിയുടെ ടൈം ആക്സിസ് ഷ്രിങ്ക് ആയതുകൊണ്ട് അയാളുടെ ഒരു സെക്കൻഡിൽ ലൈറ്റിന്റെ ഒരു സൈക്കിളെ കടന്നു പോകുന്നുള്ളൂ. സോ FC > FR. ടൈം ആക്സിസ് ഷ്രിങ്ക് ചെയ്തതിന്റെ മീനിങ് എന്താണ്? ഇപ്പോഴത്തെ ഇതാണ് റോംലിയുടെ ക്ലോക്കിലെ ഒരു സെക്കൻഡ്. ഇത് കൂപ്പറിന്റെ 1 സെക്കൻഡ്. ആസ് യു ക്യാൻ സീ, റോംലിയുടെ ഒരു സെക്കൻഡ് കൂപ്പറിന്റെ ഒരു സെക്കൻഡിനേക്കാൾ ചെറുതാണ്. അഥവാ റോംലിയുടെ ക്ലോക്ക് കൂപ്പറിന്റെ ക്ലോക്കിനേക്കാൾ സ്പീഡിലാണ് ഓടുന്നത്.
ഗ്രാവിറ്റി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കൂപ്പറിന്റെ ക്ലോക്ക് റോംലിയെ അപേക്ഷിച്ച് സ്ലോ ആണ്. യെസ്, ഗ്രാവിറ്റി സ്ലോസ് ടൈം. ഇപ്പം നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്തത് കൂപ്പറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ്. ഇനി റോംലിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് മൊത്തം സീൻ അനലൈസ് ചെയ്താലും ഇതേ റിസൾട്ട്സ് ഒക്കെ തന്നെയാണ് കിട്ടുക. ആർഗ്യുമെന്റ്സ് ചെറിയ രീതിയിൽ മാറ്റണമെന്ന് മാത്രം. സോ ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് ആയിട്ട് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കിട്ടുന്ന ഇൻഫറൻസസ് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യും. നമുക്കിനി ഈ തോട്ട് എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ഇൻഡസ്ട്രിയലിലെ സീനുമായിട്ട് കണക്ട് ആവുന്നത് നോക്കാം. അവിടെ കൂപ്പർ ബ്ലാക്ക് ഹോളിന് ഓർബിറ്റ് ചെയ്യുന്ന ഒരു പ്ലാനറ്റിലാണ്. അവിടെയാണെങ്കിൽ ഹൈ ഗ്രാവിറ്റിയും റോംലി സ്പേസ് ഷിപ്പിൽ ഓൾമോസ്റ്റ് സീറോ ഗ്രാവിറ്റിയിലും. നമ്മളുടെ തോട്ട് എക്സ്പെരിമെന്റിലെ ബിൽഡിംഗ് വളരെ 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 ഉയരം കൂടി ഒന്നാണെന്നേ ഉള്ളൂ. സംഭവം സെയിം ആണ്. കൂപ്പർ അയാളുടെ വാച്ച് പ്രകാരം 100 യൂണിറ്റ്സ് ഫ്രീക്വൻസിയുള്ള ലൈറ്റ് റോംലിക്ക് അയച്ചാൽ അയാൾ അതിന്റെ ഫ്രീക്വൻസി 10⁻⁻8 യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് റോംലിയുടെ ടൈം കൂപ്പറിനെ അപേക്ഷിച്ച് വളരെ വളരെ വേഗം ഓടുന്നത് കൊണ്ട് അയാൾക്ക് അയാളുടെ ഒരു സെക്കൻഡ് 10⁻⁸ ലൈറ്റ് സൈക്കിൾസേ ഉള്ളൂ. ഇത് ടൈം വേരിയബിളിൽ പറഞ്ഞാൽ കൂപ്പറിന്റെ ടൈം 1 മണിക്കൂർ ഓടുമ്പോൾ റോംലിയുടെ ടൈം 23 വർഷം ഓടുന്നു എന്നാവും. സോ ഇതാണ് ഇന്റർസ്റ്റെല്ലാറിന്റെ ഗ്രാവിറ്റി ടൈം കണക്ഷന്റെ പിന്നിലുള്ളത്. നമ്മളുടെയൊക്കെ ഫോണിലുള്ള GPS കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ സാറ്റലൈറ്റ്സിൽ വീക്കർ ഗ്രാവിറ്റി കാരണം ടൈം വേഗത്തിൽ ഓടുന്നു എന്ന ഫാക്ട് കൺസിഡർ ചെയ്യണം. ഗ്രാവിറ്റി എങ്ങനെയാണ് ടൈമിനെ സ്ലോ ആക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾക്കൊരു ഫീൽ കിട്ടിയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ആർഗ്യുമെന്റ്സ് ഒക്കെ തന്നെ ഇത്തിരിയധികം ട്വിസ്റ്റഡും കുറച്ച് ഓവർ സിംപ്ലിഫൈഡുമാണ്. പക്ഷെ സാധനം വിഷ്വൽസിന്റെ ഒക്കെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് ഗ്രാവിറ്റി കാരണമുള്ള ടൈം ഡയലേഷനാണ്. ഇതുപോലെ തന്നെ മോഷൻ കാരണം ഉണ്ടാകുന്ന ടൈം ഡയലേഷനും ഉണ്ട്. അതാവും കുറച്ചുകൂടി കോമൺ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അതിനെപ്പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും മറ്റ് സജഷൻസും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഇഫ് യു ലൈക്ക് ദിസ് ചാനൽ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ആൻഡ് ഫോർ നോട്ടിഫിക്കേഷൻസ് പ്രസ് ദ ബെൽ ഐക്കൺ. ഗുഡ് ബൈ.